ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇന്നലത്തെ ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസും അതായിരുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചൊരു ദുരന്തം തന്നെയാണ്. എന്തുകൊണ്ട് ഈ ഒരു തിരക്ക് നിയന്ത്രണ വിധേയമാവാതെ പോയി? അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കൈകളുണ്ടോ? എന്തായാലും കൂടുതൽ അറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയ അവരുടെ ചാനൽ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഖലിസ്ഥാൻ വാദികളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും വലിയ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ദുരന്തമെന്ന്. ആദ്യം മനസ്സിലാക്കണം, ഈ പറയുന്നതിൽ യാതൊരു വാസ്തവുമില്ല എന്നുള്ളത്. ഡൽഹി താമസിക്കുന്നവർക്കറിയാം ഡൽഹി എന്ന നഗരത്തെ കുറിച്ചിട്ട്. ജനം തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഡൽഹി. ഇപ്പം സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ അനുഭവപ്പെടാറുള്ള തിരക്കുകളെക്കാളും കൂടുതൽ തിരക്കുകൾ ഡൽഹിയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട്. എന്നാൽ അതെല്ലാം നിയന്ത്രണ വിധേയമായിരുന്നു ഇത്രയും കാലം. എന്നാൽ ഇപ്പോൾ നടന്നിരുന്ന ഈ ഒരു ദുരന്തം റെയിൽവേയുടെ അനാസ്ഥ മൂലം ഉണ്ടായ ഒരു ദുരന്തം മാത്രമാണ്. ഇന്ത്യൻ റെയിൽവേ എത്ര അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യൻ റെയിൽവേ ഇന്നും പുരോഗമിച്ചിട്ടില്ല. ഇപ്പം വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വന്നതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നവരുണ്ട്. എവിടെയാണ് ശരിക്കും പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പണമുള്ളവന് സഞ്ചരിക്കാൻ മാത്രം സൗകര്യങ്ങൾ ധാരാളമായി മാറി. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ. ഇപ്പം കേരളം വിട്ടാൽ പാസഞ്ചർ ട്രെയിനുകളുടെ ശോചനീയാവസ്ഥ കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ട്രെയിൻ യാത്രകൾ നടത്തിയവർക്കറിയാം ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എത്ര വികൃതമാണെന്നുള്ളത്. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ട്രെയിനുകളുടെ കാര്യങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ പാമ്പും കോഴിയും ആടും പശുവും സഹിതം യാത്ര ചെയ്യുന്നവർക്കൊപ്പം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉണ്ടാകും. നിലത്ത് കാലുകുത്തി യാത്ര ചെയ്യുക ഇത്തരം ട്രെയിനുകളിൽ സ്വപ്നങ്ങൾ മാത്രമായി മാറും. അപ്പൊ പിന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ TTR ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ വരിക എന്നത് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണോ? ഇനി ഡൽഹിയിൽ എന്തുകൊണ്ടാകും ദുരന്തം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, 1000 ടിക്കറ്റ് കൊടുക്കേണ്ടിടത്ത് 1500 ടിക്കറ്റ് നൽകിയത് ഇന്ത്യൻ റെയിൽവേ ആണ്. അതുപോലെ മഹാകുംഭമേള കാണാൻ പോകുന്ന ഭക്തരുടെ ക്രമാതീതമായ വർധനവും ഇതിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ പുരോഗമിക്കുന്നു എന്ന് പറയുന്നവരോട് AC റൂമുകളിൽ ഇരുന്ന് രാജ്യത്തെ കാണുന്നവർക്ക് മാത്രം പുരോഗമനം ഉണ്ടാകുകയുള്ളൂ. യഥാർത്ഥ ഇന്ത്യ ഇന്നും വളർന്നിട്ടില്ല. ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അറിയണമെങ്കിൽ കേരളം വിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടി പോകുന്ന പാസഞ്ചർ ട്രെയിനുകളിൽ സഞ്ചരിക്കണം. ഇന്ത്യൻ റെയിൽവേ എന്ത് സുരക്ഷിതത്വമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഡൽഹിയിലുണ്ടായ ഈ ഒരു അപകടത്തിൽ എത്ര പണക്കാർ മരിച്ചിട്ടുണ്ട്? മരിച്ചവരെല്ലാം സാധാരണക്കാരായ ജനങ്ങളാണ്. അടിസ്ഥാനപരമായി സുരക്ഷ പാലിക്കപ്പെടേണ്ടത് സാധാരണ ജനങ്ങളിലാണ്. ഇന്നും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവർ ധാരാളമുണ്ട്. പ്രയാഗ്രാജിലേക്ക് പോകേണ്ട സ്പെഷ്യൽ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ മാക്സിമം 1000 പേർക്ക് സാധിക്കുകയുള്ളൂ. എങ്കിൽ ഇവിടെ 1500 മുകളിൽ പേരാണ് ആ ട്രെയിൻ പോകുന്നത്. അതിന്റെ കൂടെ നേരത്തെ അനൗൺസ് ചെയ്ത ട്രെയിൻ പ്ലാറ്റ്ഫോം മാറി വന്നതും ദുരന്തത്തിന് ഒരു കാരണമായി. അവസാന നിമിഷം അനൗൺസ്മെന്റിൽ പറ്റിയ പിഴവും ഈ ദുരന്തത്തിനൊരു കാരണമായി മാറുകയും കൂടിയായിരുന്നു. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ബ്രിഡ്ജ് ഇറങ്ങി കയറണം. നമുക്കറിയാം, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവർ ഡൽഹി വന്നിറങ്ങി പോകുന്നവരും കൂടിയാണ്. അതിന്റെ കൂടെയാണ് ഈ മഹാകുംഭമേള തിരക്കും. വിശ്വാസമെല്ലാം നല്ലതാണ്, പക്ഷേ അന്ധമായിട്ട് വിശ്വസിച്ച് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൂടി മരണത്തിലേക്ക് വലിച്ചിടരുത്. നമ്മൾ കേട്ടിട്ടുള്ള വാർത്തയാണല്ലോ, ഇപ്പൊ ഈ മഹാകുംഭമേളയിൽ തന്നെ തിക്കിലും തിരക്കിലും പെട്ടുള്ള മരങ്ങൾ, എത്രയോ കുഞ്ഞുങ്ങൾ അവിടെയും ഇല്ലാതായിട്ടുണ്ട്. അവരെന്തറിഞ്ഞിട്ടാണ്? ഈ വിവരമില്ലായ്മയുടെ മറ്റൊരു മുഖമുണ്ട് ഇന്ത്യക്ക്. അതിനൊരു മാറ്റം ഇന്നും വന്നിട്ടില്ല ഇന്ത്യയിൽ. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കും. കാരണം മാറ്റം വരേണ്ടത് ഇന്ത്യയുടെ ജനതയ്ക്കാണ്. രാജ്യത്ത് ഈ സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കാതെ വിദ്യാഭ്യാസം കൂടുതൽ നൽകി നോക്കൂ. ആരാധനാലയങ്ങൾ അല്ല ഇന്ത്യക്ക് വേണ്ടത്, അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. അതിനിയും അധികാരികൾ തിരിച്ചറിയുന്നില്ല. ഭാരത സംസ്കാരം ആരാധനാലയങ്ങൾ വളർത്തിക്കൊണ്ടുവന്നിട്ടല്ല. ജനത്തിന് വേണ്ട മിനിമം സംസ്കാരം അത് വിദ്യയിലൂടെ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള പല ദുരന്തങ്ങളും ഇല്ലാതാകൂ. മറ്റൊന്ന്, ഇന്ത്യൻ റെയിൽവേ ഇത് ചൂഷണം ചെയ്യുന്നുമുണ്ട്. നിയന്ത്രണ വിധേയമാക്കേണ്ട ഒരു സംവിധാനം ഇന്ത്യൻ റെയിൽവേക്കില്ല. രാജ്യത്തിന്റെ സുരക്ഷാ കാവൽക്കാർ പ്രധാനമായുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഡൽഹി. അവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ജിഹാദി ആക്രമണമാണെന്ന് പറയുന്നവരോട് ഇതിനെ അത്തരത്തിലേക്ക് കൊണ്ട് എത്തിക്കരുതാരും.
പൂർണ്ണമായിട്ടും ഇതൊരു അനാസ്ഥ മൂലമുണ്ടായ ദുരന്തം മാത്രമാണ്. അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്ക് തന്നെയാണ്. ഒന്ന് ആലോചിക്കണം, 5 പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. അതുപോലെ ട്രെയിൻ വരുമ്പോൾ എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറുക എന്നൊരു ലക്ഷ്യം മാത്രമുള്ള ഒരു സമൂഹം കൂടിയാണ് ഇന്ത്യയിലുള്ളത്. ഒഴിവാക്കാൻ പറ്റുന്ന യാത്രകളാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയല്ലേ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ മരണത്തിന് ഒരിക്കലും കാരണമായി മാറരുത്. രാജ്യം വളരണം, പക്ഷേ അതിനു വേണ്ടത് അറിവ് നൽകുക എന്നതാണ്. അതുപോലെ അധികാരികൾ ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അറിയാൻ ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്കൊപ്പമുള്ള യാത്രകൾ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ റെയിൽവേ മാറി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് അറിയിക്കാൻ വന്ദേ ഭാരത് പോലുള്ള ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ശരിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.